ഹായ് എവരി വൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ സപ്ലിമെൻ്ററിയുടെ ടെക്സ്റ്റ് ബുക്കായ മഹാഭാരത് കഥ അതിലെ ഫസ്റ്റ് ലെസനാണ്. അപ്പോൾ ഫസ്റ്റ് ലെസൻ്റെ പേരും മഹാഭാരത് കഥ എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം പാഠം. മഹാഭാരതത്തിൽ നമ്മൾ ശരിക്കും മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതിൽ പാണ്ഡവന്മാർ ജയിക്കുന്നതും അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ലെസണിൽ എന്താ പറയുന്നത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. ഇത് ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ആ ലൈനുകളുടെ കടിയിൽ കൂടെ ഒന്ന് വിരലോടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. महाभारत की कथा महर्षि पराशर के कीर्तिमान पुत्र वेद व्यास की देन है. ഈ മഹാഭാരതത്തിൻ്റെ കഥ എന്ന് പറയുന്നത്, ഈ കഥ മഹർഷി പരാശർ എന്ന് പറഞ്ഞ മഹർഷിയുടെ കീർത്തിമാൻ പുത്ര, അയാളുടെ പുത്രനായ വേദവ്യാസൻ്റെ ദേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എഴുതിയതാണ്, അയാൾ തന്നതാണ്, അല്ലെങ്കിൽ അയാൾ എഴുതിയതാണ്. വ്യാസാണ് ഈ മഹാഭാരതം എഴുതിയത്. അപ്പോൾ വ്യാസ് जी ने महाभारत की यह कथा सबसे पहले अपने पुत्र सुखदेव को कंठस्थ कराई थी. അപ്പോൾ ഈ വ്യാസനാണ് ഈ എഴുതിയത്. അപ്പോൾ വ്യാസൻ ഈ മഹാഭാരതം എഴുതിയിട്ട് ഏറ്റവും ആദ്യം സബ്സെ പഹലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം अपने पुत्र, വ്യാസൻ്റെ പുത്രനായ സുഖ്ദേവിനാണ് ഇത് പറഞ്ഞു കൊടുത്തത്. और बाद में अपने दूसरे शिष्यों को, അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള വ്യാസൻ്റെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുത്തത്. मानव जाति में महाभारत की कथा का प्रसार महर्षि वैशंपायन के द्वारा हुआ. അപ്പോൾ മാനവജാതിയിൽ നിന്ന്, മറ്റുള്ളവരുടെ ഇടയിൽ ഈ മഹാഭാരത കഥ അത് പ്രസരിപ്പിക്കാൻ, അത് എല്ലാവരിലും എത്തിക്കാൻ മഹർഷി വൈശംപായൻ ആണ് ഹെൽപ്പ് ചെയ്തത്. മഹർഷി വൈശംപായനാണ് ഈ ജനങ്ങളിലോട്ട് ഈ മഹാഭാരത കഥ എത്തിച്ചത്. വൈശംപായൻ വ്യാസ് ജിക്ക് പ്രമുഖ ശിഷ്യത്തെ. അപ്പോൾ ഈ വ്യാസൻ്റെ ഏറ്റവും പ്രധാനിയായ ശിഷ്യനായിരുന്നു വൈശംപായൻ. ആ വൈശംപായനാണ് ഈ മഹാഭാരത കഥ എല്ലാ ജനങ്ങളിലോട്ടും എത്തിച്ചത്. ऐसा माना जाता है कि महाराजा परीक्षित के पुत्र जन्मेजय ने एक बड़ा यज्ञ किया. അപ്പോൾ ऐसा माना जाता है അങ്ങനെ വിശ്വസിക്കുന്നു कि മഹാരാജ പരീക്ഷിത്, മഹാരാജാവായ പരീക്ഷിത് എന്ന് പറഞ്ഞ മഹാരാജാവായ അയാളുടെ പുത്രൻ ജന്മേജയ് എന്ന് പറഞ്ഞ അയാളുടെ പുത്രൻ ഒരു വലിയ യജ്ഞം നടത്തി. ബഡാ യജ്ഞ അല്ലെങ്കിൽ യജ്ഞം നടത്തി. ഇസ് മഹായജ്ഞമേ, ഈ മഹായജ്ഞത്തിൽ സുപ്രസിദ്ധ പൗരാണിക് സൂത് ജി ഭി മൗജൂദ് थे. സൂത് എന്ന് പറഞ്ഞ അയാളും ഈ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു. सूत जी ने समस्त ऋषियों की एक सभा बुलाई. സഭ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. ഒരു സൂത് ജി എന്ത് ചെയ്തു, എല്ലാ ഋഷികളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു. മഹർഷി ഷോനക് ഇസ് സഭയ്ക്ക് അധ്യക്ഷ ഹുയെ. അപ്പോൾ ഷോനക് എന്ന് പറഞ്ഞ മഹർഷിയായിരുന്നു ഈ സഭയുടെ, ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ. सूत जी ने ऋषियों की सभा में महाभारत की कथा प्रारंभ की. അപ്പോൾ സൂത് ജിയാണ് ഈ ഋഷിമാരുടെ ആ മീറ്റിങ്ങിൽ മഹാഭാരത കഥയെ സ്റ്റാർട്ട് ചെയ്തത്. മഹാരാജ शांतनु के बाद उसके पुत्र चित्रांगद हस्तिनापुर की गद्दी पर बैठे. ഇപ്പോൾ മഹാരാജ ശാന്തനുവിൻ്റെ കാലം കഴിഞ്ഞിട്ട് അയാളുടെ പുത്രനായ ചിത്രാംഗദ് എന്ന് പറഞ്ഞ ആൾ ഹസ്തിനാപൂർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേരാണ്. ഹസ്തിനാപൂർ की गद्दी पर बैठे. ഗദ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിംഹാസനം.
അപ്പോൾ രാജാവായി എന്നാണ് പറയുന്നത്. ഈ മഹാരാജ ശാന്തനു കഴിഞ്ഞിട്ട് അയാളുടെ പുത്രനായ ചിത്രാംഗത് ഹസ്തിനാപുർ എന്ന സ്ഥലത്തെ രാജാവായി. उनकी अकाल मृत्यु हो जाने पर उनके भाई വിചിത്രവീര് രാജാവുയെ. അപ്പോൾ അയാളുടെയും എന്താണ് അകാലത്തിൽ മൃത്യുവായി, അയാൾ മരിച്ചുപോയി. അപ്പോൾ അയാളുടെ ബ്രദറായ ഭായി എന്ന് പറഞ്ഞ ബ്രദർ വിചിത്രവീര് എന്ന് പറഞ്ഞ ആള് രാജാവായി. ഉൻകെ ബാദ് ഉൻകെ ദോ പുത്ര ഹുയെ. ഈ വിചിത്രവീരൻ്റെ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഉൻകെ ദോ പുത്ര ഹുയെ. അയാൾക്ക് 2 പുത്രന്മാരുണ്ടായി. ധൃതരാഷ്ട്ര ഓർ പാണ്ഡു. ഒരാളുടെ പേര് ധൃതരാഷ്ട്ര എന്നും മറ്റാളുടെ പേര് പാണ്ഡു എന്നായിരുന്നു. ബഡേ ബേട്ടെ ധൃതരാഷ്ട്ര ജനം സെ ഹി അന്ധേ ഥേ. അപ്പോൾ ഈ ഇതിൽ മൂത്ത ആള് ധൃതരാഷ്ട്രനായിരുന്നു. ധൃതരാഷ്ട്ര ജന്മ സെ ഹി അന്ധേ ഥേ. ജനിക്കുമ്പോൾ തന്നെ ബ്ലൈൻഡ് ആയിരുന്നു, കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. इसलिए उस समय की नीति के अनुसार പാണ്ഡു को ഗദ്ദി पर बिठाया गया. പാണ്ഡു എന്ന് പറയുന്നത് അനിയനായിരുന്നു. പക്ഷേ ധൃതരാഷ്ട്രൻ ചേട്ടനായിരുന്നാലും കണ്ണ് കാണില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തെ ഇത് പോളിസി അനുസരിച്ച്, നീതി എന്ന് പറഞ്ഞാൽ പോളിസി, അതിന് കെ അനുസാർ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച്, പോളിസി അനുസരിച്ച് പാണ്ഡുവിനെ ഗദ്ദി पर बिठाया गया. അതായത് സിംഹാസനത്തിൽ ഇരുത്തി, അതായത് രാജാവാക്കി പാണ്ഡുവിനെ, അനിയനെ. പാണ്ഡുവിനെ കൈ വർഷോ തക് രാജ് കിയ. അപ്പോൾ പാണ്ഡു ഒരുപാട് വർഷം രാജ്യം ഭരിച്ചു. ഉൻകി ദോ റാണിയാ തീ. പാണ്ഡുവിൻ്റെ 2 രാജ്ഞിമാരുണ്ടായിരുന്നു, കുന്തി ഓർ മാദ്രി. കുന്തിയും മാദ്രിയും. कुछ समय राज करने के बाद पांडु अपने किसी अपराध के पश्चात प्रायश्चित के लिए तपस्या करने जंगल में गए. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ചു കാലം രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡു अपने किसी अपराध के प्रायश्चित के लिए तपस्या करने जंगल में गए. അപ്പോൾ പാണ്ഡുവിൻ്റെ ഏതോ ഒരു അപരാധം അല്ലെങ്കിൽ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട്, തപസ് ചെയ്യാനായിട്ട് കാട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ കാട്ടിൽ പോയി. ഉൻകി ദോനോ റാണിയാം ഭി ഉൻകെ സാത്ത് ഹി ഗയി. അപ്പോൾ പാണ്ഡുവിൻ്റെ 2 രാജ്ഞിമാരും കുന്തിയും മാദ്രിയും പാണ്ഡുവിൻ്റെ കൂടെ തന്നെ കാട്ടിലോട്ട് പോയി. അപ്പോൾ വനവാസ് के समय കുന്തി और മാദ്രി ने 5 പാണ്ഡവോं को जन्म दिया. അപ്പോൾ ഈ വനവാസത്തിൻ്റെ സമയത്താണ്, ആ സമയത്താണ് ഈ 5 പഞ്ചപാണ്ഡവന്മാർ, ഈ 5 പാണ്ഡവന്മാർ ജനിക്കുന്നത്, ഈ കുന്തിക്കും മാദ്രിക്കും കൂടി. കുച്ച് സമയ ബാദ് പാണ്ഡുക്ക് മൃത്യു ഹോ ഗയി. കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ പാണ്ഡു മരിച്ചുപോയി. അപ്പോൾ ശേഷിക്കുന്നത് ഈ 2 രാജ്ഞിമാരും പിന്നെ 5 ഈ ആൺകുട്ടികളും. അപ്പോൾ 5 അനാഥരാണ് ആ 5 കുട്ടികൾ. 5 അനാഥ ബച്ചോ കാ ഋഷി മുനിയോനെ പാലൻ പോഷൻ കിയ. അവിടുത്തെ ഋഷിമുനിയും കാട്ടിലുള്ള ഋഷിമുനിമാരാണ് ആ പഞ്ചപാണ്ഡവന്മാരെ, ആ 5 കുട്ടികളെ വളർത്തി വലുതാക്കിയത്. പടായ ലിഖായ, അവരെ എഴുതാനും പഠിക്കാനും ഒക്കെ പഠിപ്പിച്ചു. ജബ് യുധിഷ്ഠിർ 16 വർഷ കെ ഹുയി. അപ്പോൾ യുധിഷ്ഠിർ പഞ്ചപാണ്ഡവന്മാരിലെ ഒരാളാണ്, മൂത്ത ആൾ. യുധിഷ്ഠിർ 16 വർഷ കെ ഹുയി. 16 വയസ്സായപ്പോൾ യുധിഷ്ഠിറിന് तो ऋषियों ने 5 कुमारों को ഹസ്തിനാപുർ ലേ ജാക്കർ. ഹസ്തിനാപുർ എന്നായിരുന്നു, അവിടെ നിന്നായിരുന്നു അവിടെയായിരുന്നു പാണ്ഡു, ഇവരുടെ അച്ഛൻ രാജാവായിരുന്നത്. എന്നിട്ടാണ് അച്ഛൻ കാട്ടിൽ പോയത്. കാട്ടിൽ വെച്ച് അച്ഛൻ മരിച്ചു. ഇവർ അനാഥരായി. ഋഷിമുനിമാരവരെ നോക്കി. 16 വയസ്സായപ്പോൾ, യുധിഷ്ഠിരന് 16 വയസ്സായപ്പോൾ ഈ ഋഷി മുനിമാർ ഈ 5 കുട്ടികളെയും കൊണ്ട് ഹസ്തിനാപുറിൽ തിരിച്ചു വന്നു. ले जाकर पितामह भीष्म को सौंप दिया. പിതാമഹനായ ഭീഷ്മന് ഈ കുട്ടികളെ കൊടുത്തു. ഭീഷ്മൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഈ 5 പാണ്ഡവന്മാരെ. 5 പാണ്ഡവ് ബുദ്ധി സെ തേജ്. നല്ല ബുദ്ധിയായിരുന്നു അവർക്ക്, നല്ല ക്ലവറായിരുന്നു. ഓർ ശരീർ സെ ബലി ഥേ. ശരീരം കൊണ്ടും നല്ല ബലവാന്മാരായിരുന്നു. ഉനക്ക് പ്രഖർ ബുദ്ധി ഓർ മധുർ സ്വഭാവം. ഈ നല്ല ബുദ്ധിയും അതുപോലെ തന്നെ മധുരമായ സ്വഭാവവും നെ സബ്കോ മോഹ് ലിയാ ഥാ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. യെ ദേക്കർ ധൃതരാഷ്ട്ര കെ പുത്ര കൗരവ്. ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരാണ് കൗരവ്. പാണ്ഡവൻ്റെ പുത്രന്മാർ
പാണ്ഡുവിൻ്റെ പുത്രന്മാർ പാണ്ഡവന്മാർ. അപ്പോൾ ഈ ദേക്കർ, അപ്പോൾ എല്ലാവർക്കും അവരെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ധൃതരാഷ്ട്രൻ്റെ പുത്രർ കൗരവ് ഉൻസെ ജലനെ ലगे, അവർക്ക് ഭയങ്കര ജലസിയായി, അസൂയ തോന്നി. और उन्होंने पांडवों को तरह तरह के कष्ट पहुंचाना शुरू कर दिया. അപ്പോൾ കൗരവന്മാർ ഈ പാണ്ഡവരായ ഈ 5 മക്കൾക്ക്, ഈ കുട്ടികൾക്ക് ഓരോരോ കഷ്ടപ്പാട് വരുത്താൻ തുടങ്ങി, അവരെ ദ്രോഹിക്കാൻ തുടങ്ങി. दिन पर दिन എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും കൗരവോ और പാണ്ഡവോ के बीच വൈർഭാവ് बढ़ता गया. അപ്പോൾ കൗരവരും പാണ്ഡവരും തമ്മിൽ വൈർഭാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുത വളർന്നുകൊണ്ടിരുന്നു. अंत में पितामह भीष्म ने दोनों को किसी तरह समझाया और उनके बीच संधि कराई. അപ്പോൾ അവസാനം ഈ പിതാമഹൻ ഭീഷ്മൻ എന്ത് ചെയ്തു? ഇവർ 2 കൂട്ടരെയും, പാണ്ഡവരെയും കൗരവരെയും സംജായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഇടയിൽ ഒരു സന്ധി ചെയ്യിപ്പിച്ചു. ഭീഷ്മയ്ക്ക് ആദേശാനുസാർ ഭീഷ്മൻ്റെ ആദേശത്തിനനുസരിച്ച്, അയാൾ പറഞ്ഞതനുസരിച്ച് കുരു രാജ്യക്ക് 2 ഹിസ്സെ കിയെ ഗയെ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ 2 ഭാഗങ്ങളായി അതിനെ വിഭജിച്ചു. കൗരവ് ഹസ്തിനാപുർ മേ ഹി രാജ്യ കർത്തേ രഹേ. അപ്പോൾ കൗരവന്മാർ ഹസ്തിനാപുരിൽ തന്നെയായിരുന്നു, അവരെവിടെയായിരുന്നു അവിടെ തന്നെ അവർ രാജ്യം ഭരിച്ചു. और പാണ്ഡവോं को एक अलग राज्य दे दिया गया. അപ്പോൾ പാണ്ഡവന്മാർക്ക് വേറൊരു രാജ്യം അവർക്ക് കൊടുത്തു, അവർക്ക് ഭരിക്കാനായിട്ട് വേറൊരു രാജ്യം, വേറൊരു സ്ഥലം കൊടുത്തു. जो आगे चलकर इंद्रप्रस्थ के नाम से मशहूर हुआ. അപ്പോൾ ആ സ്ഥലമാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇസ് പ്രകാർ കുച്ച് ദിൻ ശാന്തി രഹി. അപ്പോൾ കുറച്ച് ദിവസത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ശാന്തി ഉണ്ടായിരുന്നു. उन दिनों राजा लोगों में चौसर खेलने का आम रिवाज था. അപ്പോൾ രാജാക്കന്മാരുടെ ഇടയിൽ ചൂത് കളിക്കൽ അതൊരു വിനോദമായിരുന്നു, ഒരു റിവാജായിരുന്നു. റിവാജ് എന്ന് പറഞ്ഞാൽ ഒരു രീതി ആയിരുന്നു. അപ്പോൾ രാജ്യത്തക്കി ബാജിയാ ലഗാ ദീ ജാത്തി थी. രാജ്യത്തെ പോലും അതിൽ പണയം വയ്ക്കുമായിരുന്നു, രാജ്യം വെച്ച് പോലും ഒരു ചൂത് കളിക്കുമായിരുന്നു. इस रिवाज के मुताबिक ഈ റിവാജ് അനുസരിച്ച്, ഈ കൾച്ചർ അനുസരിച്ച് एक बार ഒരു പ്രാവശ്യം പാണ്ഡവോ ഓർ കൗരവോനെ ചോപ്പട്ട് ഖേല. അപ്പോൾ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഇങ്ങനെ ഒരു ചൂതുകളി ഉണ്ടായി. കൗരവോ की तरफ से കുട്ടിൽ ശകുനി ഖേല. കൗരവന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള ശകുനിയായിരുന്നു കളിച്ചത്. उसने युधिष्ठिर को हरा दिया. യുധിഷ്ഠിരനെ തോൽപ്പിച്ചു ശകുനി. അപ്പോൾ കൗരവന്മാർ ജയിച്ചു. इसके फलस्वरूप ഇതിൻ്റെ റിസൾട്ടായിട്ട്, ഇതിൻ്റെ പരിണാമമായിട്ട് പാണ്ഡവോ का राज्य छीन गया. പാണ്ഡവന്മാരുടെ രാജ്യം ഇവർ കൗരവന്മാരെടുത്തു. और उनको 13 वर्ष का वनवास भोगना पड़ा. അപ്പോൾ അവർക്ക് 13 വർഷത്തെ വനവാസത്തിൽ പോകേണ്ടി വന്നു. उसमें एक शर्त ये भी थी कि 12 वर्ष के वनवास के बाद, അപ്പോൾ അതിലൊരു ഷർത്ത് ഉണ്ടായിരുന്നു, ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് 13 വർഷമാണ് മൊത്തം വനവാസം. അപ്പോൾ അതിലത്തെ 12 വർഷം വനവാസവും അത് കഴിഞ്ഞിട്ട് 13ാമത്തെ വർഷം 12 वर्ष के वनवास के बाद 1 वर्ष अज्ञातवास करना होगा. അജ്ഞാതവാസം എന്ന് പറഞ്ഞാൽ അജ്ഞാതവാസം, ആരും കാണാതെ 1 വർഷം ജീവിക്കണം. उसके बाद उसका राज्य उन्हें लौटा दिया जाएगा. അപ്പോൾ ഈ 13 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവർക്ക് ആ രാജ്യം കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇതായിരുന്നു അവർ തമ്മിലുള്ള അഗ്രിമെൻറ്റ്. അപ്പോൾ ദ്രൗപദിയുടെ കൂടെ പാഞ്ചോ പാണ്ഡവ് 12 वर्ष वनवास और 1 वर्ष अज्ञातवास में बिताकर वापस लौटे. അപ്പോൾ ദ്രൗപദിയുടെ കൂടെ ഈ 5 പാണ്ഡവന്മാരും 12 വർഷം വനവാസം അനുഷ്ഠിച്ച്, അതുപോലെ തന്നെ 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നു. പർ ലാൽച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും മതിയാവാത്ത ആൾ. അപ്പോൾ ലാൽച്ചി ദുര്യോധനെ ലിയാ ഹുവ രാജ് വാപ്പസ് കർണേ സെ ഇൻകാർ കർ ദിയ. അപ്പോൾ ഇയാൾ
എന്താണ് ദുര്യോധനൻ്റെ ലാൽച്ചി ദുര്യോധനെ ഇവരിൽ നിന്ന് പാണ്ഡവന്മാരിൽ നിന്ന് വാങ്ങിച്ച അവർ രാജ്യം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാണ്ഡവന്മാർക്ക് കൊടുക്കുന്നതായിരുന്നു. 13 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അത് കൊടുക്കണമെന്നായിരുന്നു അവർ തമ്മിലുള്ള കരാറ്. പക്ഷേ ഇയാൾ പറഞ്ഞു, കൗരവന്മാർ പറഞ്ഞു, ഞങ്ങൾ ആ രാജ്യം തരില്ല. അതഹ പാണ്ഡവോക്കോ അപ്നെ രാജ്യക്കേലിയെ ലഡ്നാപ്പട. അപ്പോൾ അങ്ങനെ പാണ്ഡവന്മാരുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, കൗരവന്മാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധമേ സാരെ കൗരവ് മാരകെ. ആ യുദ്ധത്തിൽ എല്ലാ കൗരവന്മാരും മരിച്ചുപോയി. എല്ലാ കൗരവന്മാരെയും കൊന്നു പാണ്ഡവന്മാർ. തബ് പാണ്ഡവ് ഉസ് വിശാൽ സാമ്രാജ്യക്ക് സ്വാമി ഹുയി. അപ്പോൾ വലിയ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവ്, അല്ലെങ്കിൽ അവരിൻ്റെ അതിൻ്റെ ഓണറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാണ്ഡവന്മാർ ആ വിശാലമായ സാമ്രാജ്യം പിടിച്ചെടുത്തു യുദ്ധം ചെയ്തിട്ട്. ഇസ്കെ ബാദ് 36 വർഷ തക്, 36 എന്ന് പറഞ്ഞാൽ 36, 36 വർഷം, 36 വർഷ തക് പാണ്ഡവോനെ രാജിക്കുക. അങ്ങനെ 36 വർഷം അവർ പാണ്ഡവന്മാർ അവിടെ ഭരിച്ചു. ഓർ ഫിർ അപ്നെ പോത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ മകന് പരീക്ഷിത്, മകൻ്റെ പേര് പരീക്ഷിത് എന്നാണ്. അപ്പോൾ അപ്നെ പോത്തെ പരീക്ഷിത് കോ രാജ്യദേക്കർ, ആ പരീക്ഷിത്തിന് രാജ്യം ഏൽപ്പിച്ചിട്ട് ദ്രൗപദിക്ക് സാത്ത്, ദ്രൗപദീൻ്റെ കൂടെ തപസ്യ കറിന് ഹിമാലയ ചലേകെ. അവരെല്ലാവരും ദ്രൗപദീൻ്റെ കൂടെ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കാൻ ആയിട്ട് പോയി. പോത്തയ്ക്ക് അവരുടെ മകൻ്റെ മകന് രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് അവർ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കാനായിട്ട് പോയി. അപ്പോൾ സംക്ഷേപമേ യഹി മഹാഭാരത് കി കഥ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മഹാഭാരതത്തിൻ്റെ കഥ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഓരോരോ കഥകൾ നമ്മൾ ഓരോരോ ലെസണിൽ നമ്മൾ വായിക്കും. അപ്പോൾ ഇതായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ കഥ. അതായിരുന്നു ഫസ്റ്റ് ലെസൺ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Thank you very much.